ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. മാർക്കറ്റ് ഈ ആഴ്ചയിലെ ആദ്യത്തെ ട്രേഡിംഗ് ദിവസം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഏതായാലും ആദ്യ ദിവസം മോശമായില്ല. മാർക്കറ്റിൽ എല്ലാ ഇൻഡെക്സുകളിലും, പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിലൊക്കെ തന്നെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് വന്നിരിക്കുന്നത്. നിഫ്റ്റി 25,000 മുകളിലാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത്. 25,001 ഒരു അവസരത്തിൽ 25,000 അടുത്ത് ഓപ്പൺ ചെയ്തു. 25,075 വരെ പോയതിനു ശേഷമാണ് ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് വിധേയമായിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റിയിലും 4,485 പോയിന്റ് നേട്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഏകദേശം ലൈഫ് ടൈം ഹൈയുടെ തൊട്ടടുത്താണ് ബാങ്ക് നിഫ്റ്റിയും ക്ലോസിംഗ് വന്നിരിക്കുന്നത്. 55,572. അതുപോലെ തന്നെ സെൻസെക്സിൽ 455 പോയിന്റ് നേട്ടം, മിഡ് ക്യാപ്പ് 379 പോയിന്റ് നേട്ടം, നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 64 പോയിന്റ് നേട്ടം. വീക്കെൻഡില് ഗ്ലോബൽ ക്യൂസ് നെഗറ്റീവ് ആയിരുന്നു. പ്രത്യേകിച്ചും ട്രംപിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന ടാരിഫ് അനൗൺസ്മെന്റ്, ടാരിഫ് ടെറർ ഒരു തരത്തിൽ മാർക്കറ്റ് അത് ഓവർകം ചെയ്തു എന്ന് വേണം പറയാൻ. കാരണം കൂടുതൽ പേടിപ്പിച്ച് ഈ ട്രംപിന്റെ തീരുമാനങ്ങൾ ഇപ്പോൾ അമേരിക്കൻ മാർക്കറ്റുകൾക്ക് വിനയായി വരുന്നു. അതേസമയം ഇന്ത്യൻ മാർക്കറ്റുകൾ അത് ചെറിയ രീതിയിലെങ്കിലും ഡിസ്കൗണ്ട് ചെയ്ത് വരുന്നു എന്ന് പറയാം. തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും മോചിതമായി എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, എങ്കിലും ആ ഒരു ടെറർ കുറച്ച് കുറഞ്ഞിരിക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം ഇന്ന് ഗ്ലോബൽ മാർക്കറ്റിന്റെ അപ്ഡേറ്റ്സ് പ്രകാരം ഇന്ത്യൻ മാർക്കറ്റ് ഡൗൺ സൈഡിലേക്കായിരുന്നു വരേണ്ടത്, ഓപ്പൺ വരേണ്ടതിരുന്നത്. പക്ഷേ അപ് സൈഡിലേക്കാണ് പോയത്. നമ്മുടെ ഇന്ത്യൻ ഡൊമസ്റ്റിക് ക്യൂസ് വളരെ പോസിറ്റീവ് ആയിരുന്നു എന്ന് വേണം പറയാൻ. കാരണം മൺസൂൺ 35 വർഷങ്ങൾക്ക് ശേഷമാണ് ബിഫോർ ടൈം നമുക്ക് കിട്ടുന്നത്. അതൊരു പോസിറ്റീവാണ്. RBIയുടെ റെക്കോർഡ് ഡിവിഡൻഡ്, അതായത് 2.64 കോടി രൂപയുടെ 2.64 ലക്ഷം കോടി രൂപയുടെ ഡിവിഡൻഡ് ഗവൺമെന്റിന് കൊടുക്കുന്നു. ഗവൺമെന്റിന്റെ കയ്യിൽ കാശ് വരാൻ പോകുന്നു. അത് ഫിസിക്കൽ ഡെഫിസിറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഉപയോഗിക്കാം. 35 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് 8 ദിവസം മുമ്പേ മൺസൂൺ വരുന്നു. IMFന്റെ ഡാറ്റ, ജപ്പാനെ ഓവർകം ചെയ്ത് ഇന്ത്യ 4ാമത്തെ ഏറ്റവും വലിയ എക്കോണമിയായി മാറിയിരിക്കുന്നു. ഇനി നമുക്ക് മുന്നിൽ US, അതുപോലെ തന്നെ ജർമ്മനി, ചൈന മാത്രമാണുള്ളത്. സോ അതായത് ഡൊമസ്റ്റിക് യൂസ് കംപ്ലീറ്റ് ആയിട്ട് പോസിറ്റീവ് ആയിരുന്നു. നമ്മുടെ വീക്ക്ലി പോഡ്കാസ്റ്റിൽ ഞാൻ തന്നെ യൂട്യൂബിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പോസിറ്റീവ് ട്രിഗർ ആണുള്ളത്. 25,200 വരെയെങ്കിലും പോകാനുള്ള ട്രിഗർ നമുക്കുണ്ടെന്നുള്ളത്. സോ ഡൊമസ്റ്റിക് യൂസ് പോസിറ്റീവ് ആയിരുന്നു, ഗ്ലോബൽ ക്യൂസ് നെഗറ്റീവ് ആയിരുന്നു. അതേസമയം വെള്ളിയാഴ്ച ചെറിയ തോതിലെങ്കിലും FISന്റെ സെല്ലിംഗ് ആയിരുന്നു വന്നത്. ഇന്ന് FIS ബൈയിങ് മോഡിലേക്ക് വീണ്ടും വന്നിട്ടുണ്ട്. 135 കോടി രൂപയുടെ ബൈയിങ് ആണ് ക്യാഷ് മാർക്കറ്റിൽ FIS നടത്തിയിരിക്കുന്നത്. അതേസമയം അവരുടെ മറ്റുള്ള ഇൻഡെക്സുകളൊക്കെ തന്നെ ഫ്യൂച്ചേഴ്സിലും ഓപ്ഷൻസിലും സ്റ്റോക്ക് ഓപ്ഷൻസിലും സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിലും ഒക്കെ തന്നെ പോസിറ്റീവ് ഫിഗേഴ്സ് ആണ് വന്നിരിക്കുന്നത്. സോ വീണ്ടും ഒരു പോസിറ്റീവ് ട്രിഗർ നൽകുന്നു. നിഫ്റ്റി ഈ ആഴ്ച വളരെ പ്രധാനപ്പെട്ടതെന്ന് പറയാൻ നമ്മളെ സംബന്ധിച്ചിട്ട് മന്ത്ലി എക്സ്പയറി ആണ്. നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും മന്ത്ലി എക്സ്പയറി കൂടിയാണ് ഈ ആഴ്ച വരുന്നത്. സോ അതിന്റെ ഒരു ട്രിഗർ കൂടി മാർക്കറ്റിൽ വരാനുണ്ട്. ഏതായാലും പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയിരിക്കുന്നു. മാർക്കറ്റിൽ ഇന്നത്തെ ക്ലോസിംഗ് വെച്ച് നോക്കുകയാണെങ്കിൽ നാളെ നമുക്ക് വീണ്ടും ഒരു ഹൈ കിട്ടേണ്ടതാണ്. 25,075 മുതൽ 25,150 വരെ ഉള്ള ഒരു 75 പോയിന്റിന്റെ ഗ്യാപ്പാണ് നമുക്കൊരു റെസിസ്റ്റൻസ് ഫോണായിട്ടുള്ളത്. 25,150 മുകളിൽ നിഫ്റ്റി സ്റ്റേബിൾ ആവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും 25,250 to 25,300 വരെയെങ്കിലും ഉള്ള ഒരു റാലി നമുക്ക് ഷോർട്ട് കവറിംഗ് റാലി എക്സ്പെക്ട് ചെയ്യേണ്ടതാണ്. സോ നാളത്തെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ക്രൂഷ്യലാണ്. പ്രത്യേകിച്ചും എക്സ്പയറിക്ക് 2 ദിവസം മുമ്പുള്ള മന്ത്ലി എക്സ്പയറിക്ക് 2 ദിവസം മുമ്പുള്ള മാർക്കറ്റ് എന്ന് പറയുന്നത് വളരെ നിർണായകമായിട്ടുള്ളത് തന്നെയാണ്. സോ 25,075 മുതൽ 25,150 വരെ ഒരു റെസിസ്റ്റൻസ് സോണാണ് ഇമ്മീഡിയറ്റ് ആയിട്ട്. അതേസമയം 24,850 to 24,900 വളരെ ശക്തമായിട്ടുള്ള സപ്പോർട്ട് സോണായിട്ടാണ് നിഫ്റ്റിക്കുള്ളത്. സോ 24,850 ലോവർ സൈഡിലും 25,150 അപ്പർ സൈഡുമുള്ള ഒരു ക്യാപ്പാണ് നിഫ്റ്റിക്കുള്ളത്. ഈ ട്രജക്ടറി വിട്ട് നിഫ്റ്റി പോവുകയാണെങ്കിൽ ഒരു ഷോർട്ട് കവറിംഗ് റാലി നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അതേസമയം ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 2 പ്രധാനപ്പെട്ട ന്യൂസുകളാണ് വരുന്നത്. ഒന്ന്, 2 ബ്ലോക്ക് ഡീലുകൾ, വളരെ ശക്തമായിട്ടുള്ള വലിയ എമൗണ്ടിനുള്ള 2 ബ്ലോക്ക് ഡീലുകൾ നടക്കാനുള്ള സാധ്യതകളാണ്. ഒന്ന് ഇൻഡിഗോയിലാണ്. ഇൻഡിഗോയുടെ പ്രൊമോട്ടർ ആയിട്ടുള്ള രാകേഷ് ഗൻവാൽ അദ്ദേഹം എക്സിറ്റ് ചെയ്യാൻ പോകുന്നു. അതായത് 1.59ഓളം ഇൻഡിഗോയുടെ രാകേഷ് ഗൻവാൽ ഏകദേശം അവരുടെ 6,831 കോടി രൂപയുടെ ഡീൽ വാല്യൂ നടക്കാൻ സാധ്യതയുണ്ട്. 6,831 കോടി രൂപയുടെ ഷെയറുകൾ വിൽക്കാൻ സാധ്യതയുണ്ട്. 5,175 രൂപ പ്രകാരമാണ് ഈ ഒരു സെയിൽ നടക്കാൻ സാധ്യത. അതായത് ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഏകദേശം 4% താഴെയാണ് ക്ലോസിംഗ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഏകദേശം മെയ് 27 നാളെ ആയിരിക്കും ഈ ഒരു ഡീൽ നടക്കാൻ സാധ്യത. അത് അദ്ദേഹത്തിന്റെ സ്റ്റേക്ക് പടിപടിയായിട്ട് അദ്ദേഹം കുറച്ചു വരികയാണ്. 36.6% ഉണ്ടായിരുന്നതാണ്. അതിപ്പോൾ വെറും 13%, 13.5% അദ്ദേഹത്തിന്റെ പടിപടിയായിട്ടുള്ള എക്സിറ്റ് ആണ് നമ്മൾ കാണുന്നത്.
രാകേഷ് ഖൻവാലും അതുപോലെ തന്നെ രാഹുൽ ഭാട്ടി ആയിരുന്നു ഇവരുടെ പ്രൊമോട്ടറായിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരാൾ കണ്ടിന്യൂസ് ആയിട്ട് എക്സിറ്റ് ചെയ്ത് പോവുകയാണ്. സോ ഏതായാലും നാളെ ഇൻഡിഗോയിൽ ഈ ഒരു ഡീൽ നടക്കുന്നതിനാൽ ചെറിയ സമയം ഒരു പ്രഷർ ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു അലേർട്ട്, ബ്ലോക്ക് ഡീൽ അലേർട്ട് വരുന്നത് PG ഇലക്ട്രോപ്ലാസ്റ്റിലാണ്. PG ഇലക്ട്രോപ്ലാസ്റ്റിൽ നിന്നും പ്രൊമോട്ടേഴ്സ് ഏകദേശം 1,59,00,000 ഷെയറുകൾ വിൽക്കാൻ സാധ്യതയുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. 740 രൂപ പ്രകാരമാണ് ഈ ഒരു ഡീല് നടക്കാൻ സാധ്യത. അതും മാർക്കറ്റ് പ്രൈസിനേക്കാൾ 4% താഴെയാണ് ഈ ഡീൽ വരുന്നത്. പ്രൊമോട്ടേഴ്സ് ഏകദേശം 5.62% ഓഹരികളാണ് ഈ ഒരു രീതിയിൽ വിൽക്കാൻ സാധ്യത. 1176 കോടി രൂപയുടെ ബ്ലോക്ക് ഡീലാണ് സാധ്യതയുള്ളത്. JM ഫിനാൻഷ്യൽ ആണ് ഇതിന്റെ ബ്രോക്കറായിട്ട് വരാൻ സാധ്യതയായിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ കുറേയേറെ റിസൾട്ടുകൾ വന്നിട്ടുണ്ട്. അതിൽ നല്ല റിസൾട്ടുകൾ വരാനുണ്ട്, നല്ല റിസൾട്ടുകൾ വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിൽ ഒന്ന് ആക്ഷൻ കൺസ്ട്രക്ഷന്റെ ആണ്. ആക്ഷൻ കൺസ്ട്രക്ഷന്റെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കോൺകോൾ അപ്ഡേറ്റ്സ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 2025 കഴിഞ്ഞ വർഷത്തെ റിസൾട്ട്, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഇപ്പോൾ 16,145 കോടി രൂപയാണുള്ളത്. ഡിവിഡൻഡ് 100% ഡിവിഡൻഡ്, അതായത് ഫേസ് വാല്യൂ 2 രൂപയാണ്. 2 രൂപ ഡിവിഡൻഡ് കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട്. റവന്യൂ 3,32,000 കോടിയാണ്. അതായത് EPS വളരെ സ്ട്രോങ് ആയിട്ട് അഗ്രികൾച്ചർ, ഞാനത് വീണ്ടും വിശദമായിട്ട് പറയാം, എഴുതി വെച്ചിട്ടുണ്ടല്ല. സോ ആക്ഷൻ കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സിന്റെ സ്ട്രോങ് ആയിട്ടുള്ള കോൺകോൾ അപ്ഡേറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. മറ്റൊന്ന് ജയകുമാർ ഇൻഫ്രയാണ്. ജയകുമാർ ഇൻഫ്രയുടെയും വളരെ സ്ട്രോങ് ആയിട്ടുള്ള കോൺകോൾ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്ന റിസൾട്ടുകളാണ്. റേറ്റ് ഗെയിൻ ട്രാവൽസ് നല്ല കോൺകോളാണ്. 3 കോൺകോൾ അറ്റൻഡ് ചെയ്തിരുന്നു. വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിസൾട്ടുകളായിട്ട് തോന്നി. റേറ്റ് ഗെയിൻ ട്രാവൽസിന്റെ പ്രോഫിറ്റിലും 48 കോടിയിൽ നിന്ന് ഉയർന്ന 58 കോടി രൂപയായിട്ടുണ്ട്. റവന്യൂ 260 കോടി രൂപ റേറ്റ് ഗെയിൻ ട്രാവൽസിന്റെ എബിറ്റയിൽ കൂടിയിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിസൾട്ട് എന്ന് പറയുന്നത് KC ഇന്റർനാഷണലിന്റെ റിസൾട്ട് വളരെ സ്ട്രോങ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഒരു സജഷൻ കൂടിയായിരുന്നു. ടാൽബ്രോ ഓട്ടോയുടെ റവന്യൂ പ്രോഫിറ്റില് ഇയർ ഓൺ ഇയറിൽ 47% ഇടിവുണ്ട്. പക്ഷേ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 12% വർധനവാണ്. റവന്യൂ 2% കൂടിയിരിക്കുന്നു. ഇബിറ്റ 13% കൂടിയിരിക്കുന്നു. മാർജിൻ 16, അതായത് 15.14 നിന്നും കൂടി 16.86 കൂടിയിരിക്കുന്നു. സ്ട്രോങ് ഗൈഡൻസ് ആണ്. അവരുടെ കോൺകോളിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് ടാൽബ്രോ ഓട്ടോസിന്റെ ഭാഗത്ത് വന്നിരിക്കുന്നത്. സ്റ്റോക്ക് പോസിറ്റീവ് ആണ്. മുഞ്ചാൽ ഷോവ വളരെ സ്ട്രോങ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ്. നെറ്റ് പ്രോഫിറ്റിൽ 14% വർധനവ്, റവന്യൂവിൽ 3% വർധനവ്, ഇബിറ്റയിൽ 6% വർധനവ്. അതുപോലെ തന്നെ മാർജിൻ 2.3 നിന്നും 2.34% കൂടിയിട്ടുണ്ട്. മുഞ്ചാൽ ഷോവയിൽ നമ്മുടെ ഒരു വാല്യൂ പിക്ക് ആയിരുന്നു. അതുപോലെ തന്നെ അക്കം ഡ്രഗ്സ്, അതുപോലെ തന്നെ സഹ്യാദ്രി ഇൻഡസ്ട്രീസ് സ്ട്രോങ് ഫ്ലാറ്റ് റിസൾട്ട് ആണ്. ജനറൽ ഇൻഷുറൻസിൻ്റെതും ഫ്ലാറ്റ് റിസൾട്ട് ആണ്. PTC ഇന്ത്യയിൽ സ്ട്രോങ് റിസൾട്ട് വന്നിരിക്കുന്നു. കാരണം നെറ്റ് പ്രോഫിറ്റിൽ 276% വർധനവ്, റവന്യൂ 14% കുറവാണ്, ഇബിറ്റ ഡൗൺ ആണ്, മാർജിൻ 7.15 നിന്നും 7% കുറഞ്ഞിട്ടുണ്ട്. മോണ്ടെ കാർലോയുടെ ഫ്ലാറ്റ് റിസൾട്ട് ആണ്. സോ ജിൻഡാൽ ഡ്രില്ലിംഗ്, ക്യാപ്റ്റീവ, സുമിറ്റോമോ കെമിക്കൽസ് പ്രോഫിറ്റ് ഡൗൺ ആണ് 9%. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അരബിന്ദോ ഫാർമ ഒരുപാട് റിസൾട്ടുകൾ അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വെച്ചതാണ്. ഏതായാലും 2 വീഡിയോ, 2 പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ. ഒന്ന് നാളെ ഇൻഡിഗോ, PG ഇലക്ട്രോപ്ലാസ്റ്റ്. ഇതിൽ വലിയൊരു ഡീല് നടക്കാൻ പോകുന്നുണ്ട്. നാളെ ആയിരിക്കും മിക്കവാറും ആ ഡീൽ എന്നാണ് വിചാരിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ആ സ്റ്റോക്ക് ഇപ്പോൾ 4% താഴെ മാർക്കറ്റ് പ്രൈസുമായിട്ട് വരുന്ന സമയത്ത് ഓപ്പണിംഗ് ഒരു ഡൗൺ സൈഡിനുള്ള സാധ്യതയുണ്ട്. സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നല്ല, ഒരു ഡൗൺ സൈഡിന് സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുപോലെ നമുക്ക് ടാൽബ്രോ ഓട്ടോമോട്ടീവ് തന്നെയാണ് ഒരു സജഷൻ ആയിട്ടുള്ളത്. ടാൽബ്രോ നമ്മുടെ സ്വിംഗി സ്കിങ്ങിലും മാർക്കറ്റ് മാഗ്നറ്റിലും ഒക്കെ തന്നെ ഞാൻ പറഞ്ഞിരിക്കുന്ന സ്റ്റോക്കാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച അപ്സൈഡ് കൊണ്ടിരുന്നു. സോ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കോൺകോൾ അപ്ഡേറ്റ്സ് ഞാൻ നടത്താം. നമ്മുടെ അഡ്വൈസറി സർവീസുകൾക്കായിട്ട് പ്രസ് ചെയ്യേണ്ട ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അപ്ഡേറ്റ് ചെയ്യാം. പ്രത്യേകിച്ച് മൺസൂൺ ബിഫോർ ടൈം ആയതുകൊണ്ട് തന്നെ റൂറൽ എക്കോണമി റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ FMCG ആയാലും അതുപോലെ തന്നെ ഓട്ടോ റിലേറ്റഡ് സ്റ്റോക്കുകളിലും പോസിറ്റീവ്നെസ്സിനുള്ള സാധ്യത